നമസ്കാരം. പൊതുവെ വിദേശ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം. രാജ്യത്ത് വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ അത് കുറയ്ക്കാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും രാജ്യത്ത് വിദേശ നിക്ഷേപം ആവശ്യമാണ്. മാത്രമല്ല, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വിദേശ നിക്ഷേപം വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞ 6 വർഷമായി ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് അതിൻ്റെ കാരണം അറിയാം. കാരണം 2020 ഗാൽവനിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത് വളരെയധികം മോശമാകുന്നത് ആ സമയത്താണ്. കോവിഡ് കാലത്ത് നിർത്തിവച്ചിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസ് പോലും ഈ അടുത്ത കാലത്താണ് പുനരാരംഭിച്ചത്. അത്രമാത്രം ഈ അതിർത്തി പ്രദേശങ്ങൾ ഇരു സേനകളും പല ഭാഗങ്ങളിലും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട്. സംഘർഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഈ പറയുന്ന വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചൈനീസ് കമ്പനികൾക്ക് ഒട്ടനവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതെല്ലാം തീർച്ചയായും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ കഷ്ടത്തിലാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഇത്തരം നിയന്ത്രണങ്ങൾ എടുത്തു കളയണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു ചൈന. എന്നാൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ അത് ആദ്യം പരിഹരിക്കപ്പെടട്ടെ, അതിനുശേഷം കച്ചവടമൊക്കെ ആകാം എന്നാണ് ഇന്ത്യ അന്ന് സ്വീകരിച്ചിരുന്ന നിലപാട്. ഇപ്പോഴിത് അമേരിക്കയുടെ ഒരു ട്രേഡ് വാർ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം അതൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കണം എന്നൊരു സാഹചര്യം ഉടലെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചൈന ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നു. ആദ്യമായി ഈ സേനയെ അവർ അതിർത്തിയിൽ അണിനിർത്തിയിരുന്ന സേനയെ മുഴുവൻ പിൻവലിക്കുന്നു. അതിനുശേഷം ഇന്ത്യയും സേനയെ പിൻവലിക്കുന്നു. അതിനുശേഷം വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. ഇപ്പോഴിതാ ചൈനയുടെ എക്കാലത്തെയും ആവശ്യമായ നിക്ഷേപ മേഖലയിലെ നിയന്ത്രണങ്ങൾ അതും എടുത്തു കളയാൻ അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ ഇപ്പോൾ ഇന്ത്യ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും അമേരിക്ക ഇപ്പോഴും ഇന്ത്യക്ക് നേരെ വ്യാപാര യുദ്ധ ഭീഷണി മുഴക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ചൈനയെയും ഇന്ത്യയും പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന നിലപാടിൽ തന്നെയാണ് 2 രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇന്ത്യ ചൈനയോട് അടുക്കുന്നത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപിൻ്റെ നയങ്ങളാണ് ഇത്തരത്തിൽ ചൈനയെയും ഇന്ത്യയും തമ്മിൽ അടുപ്പിച്ചത് എന്ന് അമേരിക്കയിൽ തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അമേരിക്കയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം അതിലെ നിയന്ത്രണങ്ങൾ അത് ലഘൂകരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് രാജ്യവുമായി, അതായത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിക്ഷേപങ്ങൾ, ആ നിക്ഷേപങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോൾ ലഘൂകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.